കൈ നിറയെ സമ്പാദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബിസിനസ് ഐഡിയ ആണ് എന്നിവിടെ പറയുന്നത്. ഇന്നത്തെ ആവശ്യവുമാണ് അത്. ഇന്നിന്റെ ആവശ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഇൻ ഫ്യൂച്ചർ ഈ ബിസിനസ്സിന് വളരെ ബൂമപ്പായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതാണ് ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ, അതിന്റെ ഫ്രാഞ്ചൈസി. അതെങ്ങനെ തുടങ്ങാൻ പറ്റും, എന്തൊക്കെ ആണ് അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, എത്ര രൂപ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, എവിടെ നിന്നാണ് ഈ ഫ്രാഞ്ചൈസികൾ ലഭിക്കുന്നത്, ആർക്കൊക്കെ ലഭിക്കും എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാകും. ബാക്കി കേട്ടതിന് ശേഷം നിങ്ങൾ സ്റ്റഡി ചെയ്യുക, അതിനുശേഷം അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു ബിസിനസ് വളരെ വേഗം വികസിച്ചു കൊണ്ടിരിക്കുന്നതാണ് കേരളത്തിലും ഇന്ത്യയിലും. ഓക്കെ, നമുക്ക് ഇത് ഭാവിയിലേക്ക് ഒരു നിക്ഷേപം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സർക്കാർ അടക്കം ഇലക്ട്രിക് സാങ്കേതിക വിദ്യയ്ക്ക് പുറകെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പിന്നെ ഈ മേഖലയിൽ ഒരു നിക്ഷേപം നടത്തിയാൽ അത് ആദായം ഉണ്ടാകുന്നതാണോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എത്ര നേരത്തെ തുടങ്ങുന്നോ അത്രയും വേഗം വിപണിയും ആദായവും വർദ്ധിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ ഫ്രാഞ്ചൈസിയാണ് മേഖലയിലെ ലഭ്യമായ ഏറ്റവും വലിയ പരിഹാരം. ഇത്തരം ചാർജിംഗ് സ്റ്റേഷനുകളുടെ ആവശ്യക്കാർ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഇലക്ട്രിക് വാഹനങ്ങളുടെ രജിസ്ട്രേഷനിൽ രേഖപ്പെടുത്തുന്ന വർധന ഇത് സാധൂകരിക്കുകയും ചെയ്യുന്നു. ഇത് ഇപ്പോൾ ചെറിയൊരു ബിസിനസ്സാണ്, എന്നാൽ അത് പവർഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. ഇന്ത്യയിൽ വിൽക്കുന്ന എല്ലാ വാഹനങ്ങളുടെയും 1% മാത്രമാണ് ഇലക്ട്രിക് വാഹനങ്ങളെങ്കിലും EV ചാർജിംഗ് സ്റ്റേഷൻ കമ്പനികളുടെ ജനപ്രീതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ചാർജിംഗ് സ്റ്റേഷൻ ഫ്രാഞ്ചൈസികളുടെ ആവശ്യവും വർദ്ധിപ്പിക്കുന്നു. ആരംഭിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഇപ്പോഴും തീരുമാനമെടുത്തില്ലെങ്കിൽ ഒരു കാര്യം കൂടി പറയാം, ഈ മേഖലയിൽ നിക്ഷേപിക്കാൻ ഇതിലും മികച്ചൊരു അവസരം ഇനി ലഭിക്കുകയില്ല. US ശേഷം ലോകത്തിലെ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖലയും EV ചാർജിംഗ് സ്റ്റേഷൻ ഡീലർഷിപ്പും ഇന്ത്യക്കാണുള്ളത്. ഈ വാഹൻ പോർട്ടലിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ 3 വർഷത്തിനിടെ ഏകദേശം 5.5 ലക്ഷം ഇലക്ട്രിക് കാറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശരിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാഞ്ഞിട്ട് പോലും ഇതാണ് കണക്കുകളെങ്കിൽ ഭാവിയിൽ ശരിയായ അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് നമ്മൾ ഈ പറയുന്ന സ്റ്റേഷനുകൾ ഒക്കെ വന്നു കഴിയുമ്പോൾ ഉള്ള കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്ത്യയിൽ EV ചാർജിംഗ് സ്റ്റേഷൻ ഫ്രാഞ്ചൈസികൾ തുടങ്ങുന്നതിന് സർക്കാർ വലിയ പ്രാധാന്യവും മുൻഗണനയും കൊടുക്കുന്നുണ്ട്. കാരണം സർക്കാർ ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നത് തന്നെയാണ്. എന്താണ് EV ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ? അത് മനസ്സിലാക്കാം നമുക്ക്. ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്ന സ്ഥലമാണ് EV ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ. കൃത്യമായി പറഞ്ഞാൽ ഇന്ധന വാഹനങ്ങൾക്ക് പമ്പ് എന്ന് പറയുന്നത് പോലെ 4 ചക്ര ഇലക്ട്രിക് വാഹനങ്ങൾ റീചാർജ് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ഇത് നിർമ്മിക്കപ്പെടുന്നത്. ഉയർന്ന വോൾട്ടേജ് പവർ നിയന്ത്രിക്കുന്നതിനാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. EV ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനുകൾ വാഹനങ്ങൾക്ക് അതിവേഗ ചാർജിംഗ് ആണ് വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്തുകളിൽ നിറയുന്നതോടെ ഇത്തരം സ്റ്റേഷനുകളുടെയും ആവശ്യകത ഒരുപാട് വർദ്ധിക്കും. എന്തുകൊണ്ടാണ് ഇലക്ട്രിക് EV ചാർജിംഗ് സ്റ്റേഷൻ ഫ്രാഞ്ചൈസി എടുക്കണം എന്ന് പറയുന്നത്? ഇലക്ട്രിക് മോട്ടോറുകൾ ഇന്ത്യയുടെ ഭാവിയാണ്. സമീപ വർഷങ്ങളിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ആവശ്യം അതിവേഗം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ചാർജിംഗ് സ്റ്റേഷനുകൾ അതിവേഗ ചാർജിംഗ് വാഗ്ദാനം ചെയ്യുന്നത് കൊണ്ട് തന്നെ യാത്രാവേളകളിൽ ആളുകൾ സാധാരണ ചാർജിങ്ങിന് പകരം സ്റ്റേഷനുകളെ ആശ്രയിക്കും. അതുവഴി മണിക്കൂറുകളാണ് അവർ ലാഭിക്കാൻ പോകുന്നത്. ചെറുകിട പാർക്കിംഗ് ലോട്ടുകൾ, റീറ്റെയിൽ മാളുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, തിരക്കേറിയ മാർക്കറ്റ് സ്ഥലങ്ങൾ, വൻകിട ചെറുകിട ബിസിനസ്സുകൾ എന്നിവിടങ്ങളിൽ ദ്രുത ഇലക്ട്രിക്, അതായത് വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ ഫ്രാഞ്ചൈസി ആരംഭിക്കുന്നത് മികച്ച ഒരാശയമായി തന്നെയാണ് കാണുന്നത്. കാരണം ഇവിടങ്ങളിലാണ് അധികം ഉപഭോക്താക്കളെ ലഭിക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ സമീപ വർഷങ്ങളിൽ വൈദ്യുത വാഹനങ്ങളുടെ ആവശ്യം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച ആദായവും ഉറപ്പാണ്. ഇന്ത്യയിൽ EV ചാർജിംഗ് സ്റ്റേഷനുകൾ നൽകുന്ന കമ്പനികൾ ഏതൊക്കെയാണ് എന്നാണ് ഇനി പറയുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അവരുമായിട്ട് സംസാരിക്കുക, ഇല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടുക. എവിടെ, എങ്ങനെ, എപ്പോൾ ചാർജിംഗ് സ്റ്റേഷനുകൾ ലഭിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള തീരുമാനത്തിലെത്തുക, ആപ്ലിക്കേഷനുകൾ സമർപ്പിക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇന്ത്യയിലെ 10ഓളം പ്രമുഖ സ്ഥാപനങ്ങൾ നിലവിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഫ്രാഞ്ചൈസികൾ നൽകുന്നുണ്ട്. പ്രമുഖ EV ചാർജിംഗ് സ്റ്റേഷൻ കമ്പനികൾ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഒരു പുതിയ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവയിൽ ഏതെങ്കിലും ഒരു കമ്പനിയെ തിരഞ്ഞെടുക്കാം. നിലവിൽ ഈ കമ്പനികൾ സേവനം നൽകുന്ന സ്ഥലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. കേരളത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇവരുടെ കണ്ണ് ഉടൻ തന്നെ ഇവിടെയും പതിക്കാം. ഇതാണ് നമ്മൾ വരുമാന മാർഗം ആക്കി മാറ്റേണ്ടത്. ആ കമ്പനികൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ടാറ്റ പവേഴ്സ്, അത് മുംബൈയിലാണ്.
ഒക്കെയ പവർ ഗ്രൂപ്പ് ഡൽഹിയിലാണ്, വോൾട്ടെയർ നോയിഡയിലാണ്, EVQ പോയിന്റ് ബംഗളൂരു ആണ്, ന്യൂമറോസിറ്റി ബാംഗ്ലൂരു ആണ്, ചാർജ് മൈ ഗാഡി ഡൽഹിയിലാണ്, എക്സികോം പവർ സിസ്റ്റംസ് ഗുഡ്ഗാവ് ഹരിയാനയിലാണ്, ചാർജ് സോൺ വഡോദര ഗുജറാത്തിലാണ്, മാഗ്നറ്റോ ഗ്രൂപ്പ്സ് നവി മുംബൈയിലാണ്, T2 പവർ സൊല്യൂഷൻ നോയിഡ ഹരിയാനയിലാണ്. എന്താണ് ഈ ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനുകളുടെ ചെലവ് വരുന്നത്? ഒരു ബിസിനസ് എന്ന കാര്യം നമ്മളുടെ മനസ്സിലെത്തുമ്പോൾ ആദ്യം നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ എമൗണ്ട്, ചെലവ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രാഞ്ചൈസിയുടെ വിലയാണ്. ഒരു EV ചാർജിംഗ് സ്റ്റേഷൻ കമ്പനി ആരംഭിക്കുന്നതിനുള്ള ചെലവ് സ്ഥാപനത്തെ ആശ്രയിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ട് മികച്ച രീതിയിൽ ചെറിയൊരു ചാർജിംഗ് സ്റ്റേഷൻ ഒരുക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് 3 ലക്ഷം രൂപയെങ്കിലും ചെലവ് വരും. മികച്ച അടിസ്ഥാന സൗകര്യങ്ങളോടും വിശാലമായ പാർക്കിങ്ങുകളോടും ചേർന്ന് ഇത്തരം സ്റ്റേഷനുകൾ ആരംഭിക്കണമെങ്കിൽ തുകയും കൂടും. ഏകദേശം ഒരു പമ്പ് തുടങ്ങുന്നതിന് തുല്യമായ 20-30 ലക്ഷം രൂപ ഇതിനു വേണ്ടി വരും. ഫ്രാഞ്ചൈസികൾക്ക് ഇപ്പോഴേ അപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആവശ്യക്കാർ കൂടുന്നതോടെ അവരും നിരക്കുകൾ കൂട്ടും. കൂടാതെ ലഭിക്കാനുള്ള കാലതാമസവും വർദ്ധിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് അത്രയും തുക സംഘടിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനും വഴിയുണ്ട്. പാർക്കിംഗ് ലോട്ടുകൾ, റീറ്റെയിൽ മാളുകൾ, വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ, തിരക്കേറിയ മാർക്കറ്റ് സ്ഥലങ്ങൾ, വൻകിട ചെറുകിട ബിസിനസ്സുകൾ എന്നിവരുമായി ചേർന്ന് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം. ഇരു കൂട്ടർക്കും വരുമാനം നൽകുന്നതിനൊപ്പം ചെലവ് കുറയ്ക്കും. ചാർജിംഗ് സ്റ്റേഷൻ ഒരു സെല്ലിംഗ് പോയിന്റായി ബിസിനസ്സുകൾ ഉയർത്തിക്കാട്ടും. ഇത് ഉപഭോക്താക്കളെ ആകർഷിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് EV ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനുകളെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നു കഴിഞ്ഞു. ഇനി നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ശ്രമിക്കേണ്ടത്, പഠിക്കേണ്ടത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.